ഹായ് ഫ്രണ്ട്സ്, വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ കാണിക്കുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ഷോർട്സാണ്. ഇതുപോലെ താഴെ ഫ്രില്ലൊക്കെ വരുന്നൊരു പാറ്റേൺ ആണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തയ്ക്കണേന്ന് നോക്കാം. ഇവിടെ ഞാൻ 1 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏജ് വരുന്നത് 5 മുതൽ 7 വയസ്സ് വരെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ തുണീനെ നിവർത്തിയിട്ടിട്ട് 4ആക്കി നമുക്ക് മടക്കാം. ഇതുപോലെ 4 ലെയറായിട്ട് നമുക്ക് തുണീനെ കിട്ടണം. ഇനി ഇതിൻ്റെ ഇറക്കെടുത്തിരിക്കുന്നത് 16 ഇഞ്ചും വീതി വരുന്നത് 13 ഇഞ്ചുമാണ്. ഇനി വേസ്റ്റ് ബാൻഡാണ് മാർക്ക് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഇറക്കം 1.5 ഇഞ്ചാണ്. ഇവിടെയാണ് നമ്മൾ ഇലാസ്റ്റിക് ഇടുന്നത്. അപ്പോൾ 1.5 ഇഞ്ചിൽ ഇവിടെ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരയ്ക്കാം. ഇനി മാർക്ക് ചെയ്യണത് വേസ്റ്റ് റൗണ്ടാണ്. അപ്പോൾ ട്രൗസർ ഇടുന്ന ഭാഗത്ത് വണ്ണം, അപ്പോൾ അത് വരുന്നത് 21 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 എടുക്കുക, 5.25 വരും. പ്ലസ് ഒരു 6 ഇഞ്ച് എക്സ്ട്രാ ലൂസിന് വേണം. അപ്പോൾ ചുരുക്കിട്ടിട്ട് ഷോർട്സ് ആണ്, അപ്പോൾ 6 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക, അപ്പോൾ 11.25 കിട്ടും. അപ്പോൾ ആ ഒരു അളവിൽ ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പോയിന്റിൽ നിന്ന് താഴേക്ക് ക്രച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. അതിവിടെ 8.5 ഇഞ്ചാണ്. ഇതുപോലെ ഒരു ലൈൻ വരയ്ക്കാം. ശ്രദ്ധിക്കേണ്ടത് ആ വേസ്റ്റ് ബാൻഡിന് താഴെയായിട്ട് വേണം നമ്മൾ ടേപ്പ് വയ്ക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഒരു ലൈൻ വരയ്ക്കാം. ഇനി അങ്ങോട്ട് ഇതുപോലെ ഒരു ഷേപ്പ് വരയ്ക്കുകയാണ്. ക്രച്ചിന് ഷേപ്പ് കൊടുക്കുകയാണ്. ഇനി ഇവിടുത്തെ വണ്ണം ഞാൻ കൊടുക്കുന്നത് 7 ഇഞ്ചാണ്. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 8 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ മാർക്ക് ചെയ്ത തയ്യൽ തുമ്പുണ്ടല്ലോ, അതും ഈ ഒരു തയ്യൽ തുമ്പായിട്ട് ഇതുപോലെ ജോയിൻ ചെയ്യുകയാണ്. ഈ ക്രോച്ച് ലെങ്ത്ത് കണ്ടുപിടിക്കുക ഒരു ഫോർമുലയുണ്ട്. വേസ്റ്റ് റൗണ്ടിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പ്ലസ് 3 ഇഞ്ച് ലൂസ്. അങ്ങനെയാണ് ക്രോച്ച് ലെങ്ത്ത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഷോർട്സിൻ്റെ ലെങ്ത്ത് എടുക്കുമ്പോൾ വേസ്റ്റ് ബാൻഡിനുള്ള ലെങ്ത്തും പ്ലസ് താഴെ നമ്മൾ ഷോർട്സ് മടക്കി തയ്ക്കണമല്ലോ, അതിൻ്റെയും കൂടി ലെങ്ത്ത് എടുത്തിട്ട് വേണം നമ്മൾ ടോട്ടൽ ലെങ്ത്ത് എടുക്കേണ്ടത്. ഇനി ഈ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഈ ക്രോച്ചിൻ്റെ ഭാഗവും കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇവിടെ മടങ്ങിയ ഭാഗം ഉണ്ടായിരുന്നു, അതും കൂടി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെ ഇത് സ്റ്റിച്ച് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശം ഇതുപോലെ വെച്ചിട്ട് ക്രച്ചിൻ്റെ ഭാഗം ഇതുപോലെ ഫസ്റ്റ് ജോയിൻ ചെയ്യാം. ഈ ഒരു സൈഡ് ഇതുപോലെ, ഇവിടെയും അതുപോലെയും ജോയിൻ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ തുണീനെ മിഡിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ നിവർത്തിയിടാം. അപ്പോൾ ഈ ഭാഗമാണ് ചീത്ത വശം. ഇനി ഈ വേസ്റ്റ് ബാൻഡ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒരു 4 ഇഞ്ച് ആദ്യം മടക്കിയിട്ട് ഇതുപോലെ ഒന്നുകൂടി മടക്കുക. അങ്ങനെ ഒരു 1.5 ഇഞ്ച് ആ ഇലാസ്റ്റിക് ഇടാനുള്ള ഗ്യാപ്പിനനുസരിച്ച് വീതി കൊടുക്കുക. ഇനി ഇവിടെ ഫ്രില്ലിന് വേണ്ടി ഞാൻ ഇതുപോലെ ഒരു വൈറ്റ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി വരുന്നത് 2.5 ഇഞ്ചാണ്, തയ്യൽ തുമ്പ് അടക്കം. ഇനി അത് താഴെയായിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് ഇതുപോലെ ആ ഒരു അറ്റഭാഗം മടക്കി നമ്മൾ തയ്ക്കണം. അതിനുശേഷം ഇതുപോലെ ചെറിയ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു അറ്റത്ത് ഞാൻ മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം മടക്കി തയ്ച്ചിട്ട് വേണം ഇതുപോലെ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ താഴ്ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് ചെറിയ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഫ്ലീറ്റ്സിൻ്റെ ഭാഗം ചുരുക്കാണ് ഉദ്ദേശിക്കണമെങ്കിൽ അതുപോലെ കൊടുക്കാം. ഇപ്പോൾ 2 സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തു. ഇനി ഇവിടുത്തെ വീതി 8 ഇഞ്ചായിരുന്നു, അതിവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഈ ഒരു ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മളത് ജോയിൻ ചെയ്യരുത്, നമുക്ക് ഫ്രില്ല് വെച്ചിട്ട് ശേഷം നമുക്കത് ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇവിടെ ഞാൻ ആ വേസ്റ്റ് ബാൻഡിൻ്റെ ഭാഗം മടക്കി തയ്ക്കുകയാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഇലാസ്റ്റിക്കിൻ്റെ നീളം 20 ഇഞ്ചാണ് കേട്ടോ. ഇനി അതിൻ്റെ അവിടെ ഒരു പിൻ കുത്തിയിട്ട് ഇതുപോലെ നമ്മൾ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് ബാൻഡ് എത്രയാണോ അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് വേണം ഇലാസ്റ്റിക് എടുക്കേണ്ടത്. ഇലാസ്റ്റിക്കിലായിരിക്കണം ഇപ്പോൾ നമ്മുടെ കറക്റ്റ് വേസ്റ്റ് റൗണ്ട് വരേണ്ടത്. ഇവിടെ ഫ്രില്ലും അതുപോലെ ഇലാസ്റ്റിക്കൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ എത്ര അളവ് വരണേന്ന് നോക്കാം. 10.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 21 ഇഞ്ചാണ് നമ്മൾ ടോട്ടൽ വരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കൊരു ഡിഫറെൻറ്റ് പാറ്റേണിൽ തയ്ക്കാൻ പറ്റിയൊരു ഷോർട്ട്സാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.